നമസ്കാരം. രാജ്യത്ത് പണപ്പെരുപ്പം കുറഞ്ഞുവെന്നും സാമ്പത്തിക മേഖല സുസ്ഥിരമെന്നും അവകാശപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ 6.5 മുതൽ 7% വരെയാണ് അടുത്ത വർഷം പ്രതീക്ഷിക്കുന്ന മൊത്ത ആഭ്യന്തര ഉൽപ്പന്നമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച സർവേ വ്യക്തമാക്കുന്നുണ്ട്. നികുതി വരുമാനത്തിലെ വർധനവ്, ചെലവ് നിയന്ത്രണം, ഡിജിറ്റലൈസേഷൻ എന്നിവ സന്തുലിത സാമ്പത്തിക സമീപനം കൈവരിക്കാൻ രാജ്യത്തെ സഹായിച്ചുവെന്നും 2024 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ബാങ്കിംഗ് സാമ്പത്തിക മേഖലകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും സർവേ വിലയിരുത്തുന്നുണ്ട്. പണപ്പെരുപ്പം വളരെയധികം കുറഞ്ഞതെന്ന നുണയും ധനമന്ത്രാലയത്തിന്റെ പ്രസ്താവനയിലുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ ഇടപെടലുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടികളും കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റീറ്റെയിൽ പണപ്പെരുപ്പം 5.4 നിലനിർത്തിയെന്നും ഇത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നുമാണ് വേറൊരു അവകാശവാദം. ചരക്കുകളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാന പണപ്പെരുപ്പം കുറഞ്ഞുവെന്നും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയ കണക്കുകൾക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. ജൂലൈ 12 പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം റീറ്റെയിൽ പണപ്പെരുപ്പം ജൂണിൽ 5.08% ഉയർന്നിട്ടുണ്ട്. മെയ്യിലെ 4.80% നിന്നാണ് 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചതെന്നായിരുന്നു അന്നത്തെ അവലോകനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭക്ഷ്യവിലപ്പെരുപ്പം 8%-ലധികം രേഖപ്പെടുത്തുന്ന ആവർത്തിച്ചുള്ള 8ാം മാസമാണ് ജൂൺ എന്നും സ്ഥിതിവിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. നിലവിൽ മോദി സർക്കാരിന്റെ കാർഷിക നയങ്ങൾ കൃഷിയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അതിനെതിരെ 2000 മുതൽ രാജ്യത്തെ കർഷകർ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കർഷക വിരുദ്ധ കാരണമായെന്ന് തിരിച്ചറിഞ്ഞ് നയമാറ്റം വരുത്തുമോ, കുത്തക കൃഷി പ്രോത്സാഹനമാണോ സർക്കാർ നടത്തുകയെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഭയപ്പെടുത്തുന്ന പണക്കൊഴുപ്പ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീകളെയും ഗ്രാമീണരെയും ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമൂഹ്യക്ഷേമ പരിപാടികളുടെ പ്രാധാന്യം സർവേ ഊന്നി പറയുന്നുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും വിഭവങ്ങളിലേക്ക് തുല്യമായ പ്രവേശനവും ഉറപ്പാക്കുന്നതിനുള്ള വെല്ലുവിളിയെയും പ്രത്യേകം എടുത്തു പറയാനുള്ളത് അനിവാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും മോദി സർക്കാർ ചവറ്റുകുട്ടയിൽ എറിഞ്ഞവയാണ്. നിലവിലുണ്ടായിരുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളെ മെല്ലെ മെല്ലെ കഴിഞ്ഞ 10 വർഷത്തിനിടെ നിലം പരിശാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. പാവപ്പെട്ടവർക്കുള്ള ഭക്ഷ്യ സബ്സിഡി പോലും നിർത്തലാക്കിയവർ എങ്ങനെയാവും പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഉണ്ടാക്കുക എന്ന് നോക്കിയിരുന്ന് നമുക്ക് കാണാം. അതേസമയം മോദി സർക്കാരിന്റെ തനിക്കുണം വെളിവാകുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിർദ്ദേശങ്ങളും സർവേയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സാമ്പത്തിക വളർച്ചയെ കൂടുതൽ കരുത്ത് പകരുന്നതിന് സ്വകാര്യ മേഖലയിലെ നിക്ഷേപം കൂട്ടുന്നതിന് ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണെന്നാണ് സർവേ അഭിപ്രായപ്പെടുന്നത്. സർക്കാരിന്റെ നയമായ സ്വകാര്യവൽക്കരണവും പൊതുമേഖലയുടെ വിൽപ്പനയും വേഗത്തിലാകണമെന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും അടിവരയിട്ട് പറയാൻ കഴിയുന്നത്. തൊഴിലില്ലായ്മ രൂക്ഷമായ സാഹചര്യത്തിലും സ്വയം തൊഴിലെടുത്ത് ജീവിക്കണമെന്ന ആഹ്വാനമല്ലാതെ പൊതുമേഖലയിൽ തൊഴിലവസരം ഒരുക്കേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ചയ്ക്കും വിപുലീകരണത്തിനും മുൻഗണന നൽകേണ്ടത് തന്ത്രപ്രധാനമാണെന്നാണ് സർവേയിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിന്റെ നയങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും രാജ്യം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നത്.